കാലവർഷം മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പൊതുവെയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പിനെ കുറിച്ച് പറയാൻ ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. അതുപോലെ കൊച്ചിയിൽ നിന്ന് മഴയുടെ കാര്യം പറയാൻ, അതുപോലെ മധ്യ കേരളത്തിലെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കാര്യം കൂടി പറയാൻ ആൻമരിയ സണ്ണിയും ചേരുന്നു. ഗുഡ് മോർണിംഗ് ആൻമരിയ. ആൻഡ് ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. തർമ്മടം പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കാലവർഷം എത്തി. എസ് കെ എൻ പറഞ്ഞതുപോലെ ഈ മഴ മലയാളിക്ക് ഇഷ്ടമാണ്. നല്ല ചക്കപ്പുഴുക്കും ഒരു ചൂട് കട്ടൻ കാപ്പിയൊക്കെ ആയിട്ടുള്ള മഴ സുഖമാണ്. പക്ഷേ ഇപ്പോൾ മഴ ആദിയാണ് ഉണ്ടാക്കുന്നത് എസ് കെ എൻ. കാരണം പിന്നിട്ട മഴക്കാലമെല്ലാം മലയാളിക്ക് വലിയ ദുരന്തമാണ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു ആദിയിലേക്ക് മലയാളി പോകുന്നത്. ഏതായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഇന്നു മുതൽ 5 ദിവസം കനത്ത മഴയായിരിക്കും. അതിലെടുത്തു പറയേണ്ടത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴയിൽ ഓറഞ്ച് അലേർട്ട്. ബാക്കിയുള്ള ജില്ലകളിൽ, അതായത് ബാക്കി 10 ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. കോഴിക്കോടാണെങ്കിൽ ഇന്നലെ രാത്രി കനത്ത മഴ, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കനോലി കനാലിലെ മഴയോടുകൂടിയുള്ള ജലനിരപ്പ് തുടക്കത്തിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. അതായത് ഈ പറയുന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരമുള്ള ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതിലുള്ള മഴ ഇന്ന് ശക്തമായി കഴിഞ്ഞാൽ കനോലി കനാല് കൂടുതൽ ജലനിരപ്പ് ഉയരും. ചിലപ്പോൾ ഈ ഭാഗത്തേക്ക് റോഡിലേക്കൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. എസ് കെ എൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പലയിടത്തും ഡ്രെയിനേജ് അടഞ്ഞു കിടക്കുന്നു. പുതിയ റോഡുകളുടെ നിർമ്മാണം. കഴിഞ്ഞ ദിവസം പുതിയ കലക്ടർ മാധവിക്കുട്ടിയുമായി ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിലെ മറ്റുള്ളവർ പങ്കുവച്ചിട്ടുണ്ട്, MLA മാരും പങ്കുവച്ചിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ ഒരു ശാപം മഴ ചെറുതായി പെയ്താൽ തന്നെ വെള്ളക്കെട്ട് വലിയ തോതിൽ ഉയരുന്നു എന്നുള്ളതാണ്. പല നഗരങ്ങളിലും ഈ പ്രശ്നമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി തന്നെ ഈ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 പ്രധാന നഗരങ്ങളിലും മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം കെട്ട് വലിയ തോതിൽ വെള്ളം കയറുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായ നടപടി എടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിലുള്ള യാത്രക്കാരുമായി ബന്ധപ്പെട്ടാണ്. വയനാട് യാത്രക്കാർ ജാഗ്രത പാലിക്കണം. മറ്റൊരു കാര്യം, ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഇന്നു മുതൽ നടപ്പാക്കുകയാണ്. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ, അതായത് വലിയ വാഹനങ്ങൾ കാലത്ത് 6 മണി മുതൽ ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നു. ജില്ലാ ഭരണകൂടം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. പൊതുവിൽ മഴ ശക്തമാകുമ്പോൾ മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആശങ്കയല്ല, കൃത്യമായ ജാഗ്രത വേണം. തീരപ്രദേശത്തുള്ളവർ മാറി താമസിക്കാനുള്ള നിർദ്ദേശം കിട്ടുമ്പോൾ ഉടൻ തന്നെ മാറി താമസിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് എസ് കെ എൻ. താങ്ക് യു ദീപക് തർമ്മടം. മധ്യ കേരളത്തിൽ മഴ കനക്കും എന്നാണ് വിവരം. 4 ജില്ലകളിൽ പക്ഷേ ഓറഞ്ച് അലർട്ടുണ്ട്. ആൻമരിയ സണ്ണി കൂടി ചേരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്. അത്യാവശ്യം ആൻമരിയ നിൽക്കുന്നിടത്തൊക്കെ മഴ പെയ്യുന്നില്ല എന്ന് തോന്നുന്നു, പറയൂ. എസ് കെ പുലർച്ചയിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് വരെ ആ മഴ തുടരുകയായിരുന്നു. എറണാകുളം ജില്ലയെ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ മഴ അല്പം ഒന്ന് പെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴ ഉണ്ടാവുകയില്ല. പിന്നെ അതിശക്തമായിട്ട് പെയ്യുന്ന സാഹചര്യത്തിലാണ് മഴ ഉണ്ടാവുകയും ചെയ്യുന്നത്. മധ്യ കേരളത്തെ മുഴുവനായിട്ട് നോക്കുകയാണ് എങ്കിൽ മധ്യ കേരളത്തിലെ 4 ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ, കോട്ടയം ജില്ലകളിലാണ് ഈ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പൊതുവായിട്ടുള്ളൊരു ജാഗ്രതാ നിർദ്ദേശവും ഈ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും അത് മലയോര മേഖലകൾ, അതോടൊപ്പം തന്നെ തീരദേശ മേഖലകൾക്കാണ് ഈ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ വേനൽ മഴയെല്ലാം പെയ്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും അതൊരു ആശ്വാസമായിട്ടാണ് ആദ്യം എത്തിയതെങ്കിൽ പോലും പിന്നീട് അത് വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിലേക്കൊക്കെ ഈ ജില്ലകളെ സംബന്ധിച്ച് വരികയാണെങ്കിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും എറണാകുളം ജില്ലയിലാണ് ഈ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായത്. അത് അതിശക്തമായിട്ടുള്ള കാറ്റിലായിരുന്നു പലപ്പോഴും ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യങ്ങൾക്കിടയിൽ ഈ മരങ്ങൾക്കിടയിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു സാഹചര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒപ്പം മലയോര മേഖലകളിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ മഴ ശക്തമാകുന്നതിന് മുൻപായി തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പും, അതോടൊപ്പം തീരദേശ മേഖലകളിലുള്ളവർക്ക് കഴിഞ്ഞ തവണ മഴ പെയ്ത സാഹചര്യത്തിൽ തീരദേശ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ വേനൽ മഴയിൽ പലയിടങ്ങളിലും വീടുകൾക്ക് അടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലേക്കായി അടക്കം കാര്യങ്ങൾ മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, അതായത്
ഈ തീരദേശ പ്രദേശങ്ങളിൽ കടലിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് അവിടെ നിന്ന് മാറി ഈ ജില്ലാ ഭരണകൂടം ഒരുക്കുന്ന കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിലേക്കോ ഒക്കെ മാറി താമസിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പും നേരത്തെ തന്നെ ഭരണകൂടങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ഇടുക്കി ജില്ല പോലെയുള്ള ഈ മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം നിലവിൽ അതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും, അതായത് നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം ഈ രാത്രി സഞ്ചാരങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത് എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ അത് അപകടങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് അത്തരത്തിലുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുന്നത്. ഇനി എറണാകുളം ജില്ലയെ മാത്രം നോക്കുകയാണ് എങ്കിൽ എറണാകുളം ജില്ലയിൽ പൊതുവെ ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. താങ്ക് യു ആൻമരിയ സണ്ണി. എന്തായാലും മഴ അത്യാവശ്യം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പെയ്യുന്നുണ്ട്. നമ്മുടെ സെറ്റിലൊക്കെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മഴയിലൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ അയ്യോ എന്നുള്ളൊരു സംഭവമില്ലേ, അതാണ് മലയാളിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മഴ പെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സെറ്റൊക്കെ മഴയുടെ സെറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ബാക്കിലൊക്കെ തന്നെ വയനാടൻ കുന്നുകളിലൊക്കെ മഴ പെയ്യുന്ന പോലെയുള്ള സെറ്റാണ് കാണുന്നത്. അപ്പോൾ ഈ മഴയും കൂടി ആസ്വദിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക. അതിൻ്റെ ഇടയ്ക്ക് ചില കൊള്ളിമീനുകളും അടിക്കുന്നുണ്ട് കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.